ഷാലു, നമസ്കാരം. രഞ്ജിത്ത്, രാജഗോപാൽ, നമസ്കാരം. രഞ്ജിത്ത്, നമസ്കാരം. രഞ്ജിത്ത് പുത്തം വീട്ടിൽ, നമസ്കാരം. പത്മ കുമാരി, നമസ്കാരം. ആശാ ഗോവിന്ദ്, നമസ്കാരം. കുറച്ച് ദിവസമായി ഇല്ലേ ലൈവ് വന്നിട്ട്? ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമൊക്കെ നടക്കുകയല്ലേ ഇന്നിപ്പോൾ, അതും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കണം. ഇനിയും കൂടി ബാധിക്കുന്ന, അല്ലെങ്കിൽ എനിക്കും കൂടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതിനെക്കുറിച്ച്. രതീഷ്, നമസ്കാരം. പ്രിയ, ശ്യാം, നമസ്തേ. പ്രിയ, ശ്യാം, നമസ്തേ. ഞാനേ വന്നത് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇങ്ങനൊരു
ലൈവ് പോകുമ്പോൾ വന്നാലല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം എല്ലാവരും വിളിച്ചു പറയാനോ, ചിലരറിയാത്ത ചിലരൊക്കെ ഉണ്ട് കാര്യങ്ങൾ അല്ലേ. എപ്പോഴും ടി വിയുടെ മുമ്പിലോ ഫോണിൻ്റെ മുമ്പിലോ ഇരിക്കാൻ സമയമുള്ളവരൊന്നും ഇല്ലല്ലോ. ചിലപ്പോൾ മിസ് ചെയ്യും പലതും. പിന്നെ മീഡിയക്കാർ വെച്ച് ഉരുട്ടി വലുതാക്കിയൊക്കെയോളും. അതുകൊണ്ട് പിന്നെ ഇന്ന് നാളെയൊക്കെ ഇതൊക്കെ തന്നെ മീഡിയയിലെ. അത് അവരുടെ സ്വഭാവം അതാണല്ലോ. വലിച്ചു നീട്ടി ഒരു പരുവാക്കും അവർ. എന്തിനി സത്യമൊന്നും അറിയണ്ട. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞേട്ടാ. എൻ്റെ അനുഭവത്തിൽ നമുക്ക് അനുഭവം വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോവല്ലോ. അഞ്ജന, ഷിബു നമസ്തേ. ഭവ്യ വിജയൻ നമസ്തേ. ആറ്റിങ്ങൽ ഭവ്യ വിജയനാണോ? ആയിരിക്കും. സുഖമായിരിക്കണല്ലോ ഭവ്യെ. പിന്നെ ഞാൻ പറയാനേ വന്നത്, ഇപ്പോൾ ഒരു ന്യൂസ് ഇന്ന് നല്ല ചൂടോടെ വരുന്നുണ്ട് മീഡിയയിലൊക്കെ. കലാമണ്ഡലത്തിൽ കഥകളി അധ്യാപകനോ ആരോ, പിന്നെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ടി വി വെച്ച് നോക്കുമ്പോൾ ഇപ്പം അറിയാൻ പറ്റും. അവർ പേരൊക്കെ വിളിച്ച് പറയുമല്ലോ. അവർക്ക് എല്ലാവരും പേര് പറയാമല്ലോ, മീഡിയക്കാർക്ക്. നമ്മൾ പറയുന്നില്ല. ഞാൻ സത്യം അറിയാതെ ഒന്നിട്ട് വിശ്വസിക്കാനും പോണില്ല കേട്ടോ. അങ്ങനെ ഒരാളാണ് ഞാൻ. നമ്മൾ ചാനലിൽ കണ്ട ഒട്ടും വിശ്വസിക്കില്ല. അവർ ഒന്നിനും ഒമ്പതാക്കണ ആൾക്കാരാണ്. അതുകൊണ്ട് അതല്ല, നമുക്കത് സത്യം അറിയണം. ആ ആ ഒരു പ്രശ്നം അനുഭവിച്ച ആൾ പുറത്ത് പറയുമ്പോഴൊക്കെ നമുക്കതിൻ്റെ സത്യം മനസ്സിലാവും. അതുവരെ ഞാൻ വിശ്വസിക്കില്ല. കലാമണ്ഡലത്തിലെ ഏതോ ഒരു അധ്യാപകൻ കഥകളി സെക്ഷനാണോ കൂടിയാട്ടമാണോ കൂത്താണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അവിടെ എന്തോ ഒരു പ്രശ്നമായി, ഭയങ്കര സമരവും വിദ്യാർത്ഥികൾ മൊത്തം രംഗത്തൊക്കെ ഇറങ്ങിയിട്ട് അവിടെ ഭയങ്കര വിപ്ലവമാണ് ഇപ്പോൾ. പക്ഷേ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് പണ്ട് മുതലേ അവിടെ പ്രശ്നങ്ങളാണ്. ഞാനൊക്കെ അവിടെ പഠിക്കുന്ന കാലത്ത് കുറേ അനുഭവിച്ചിട്ടുള്ളതാണ് ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങൾ. മനസ്സിലായോ? അതായത് അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ അല്ലല്ലോ. എനിക്കിപ്പോൾ 68 വയസ്സാവണം. അപ്പോൾ വർഷം എത്ര മുമ്പുള്ളതാണ്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ പ്രായം ഏകദേശം നിങ്ങൾക്ക് ഊഹിക്കാം. സുനിൽ നെല്ലായി നമസ്തേ. സുനിലേ, സുനിൽ ഇത് കേൾക്കൂട്ടാ ഞാൻ പറയണതേ. ചിലപ്പോൾ സുനിൽ മിസ് ചെയ്യരുത്, കേൾക്കണം. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് ഇതുപോലെയല്ല. എല്ലാവർക്കും ഞങ്ങളൊക്കെ പേടിച്ച് ഒരു തൊഴിൽ പഠിച്ചുവെങ്കിലും പേടിയെന്ന് വെച്ചാൽ ഗുരുക്കന്മാരെ ഇതുപോലെ പേടിച്ചിട്ട് ജീവിതത്തിൽ ഒരാളെയും പേടിച്ചിട്ടില്ല. അത്ര അച്ഛനും അമ്മേനെയൊക്കെ നമ്മൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അവരെല്ലാം സഹിക്കുന്ന ഒരു കോടതിയാണല്ലോ അച്ഛനും അമ്മയും. എല്ലാം സഹിക്കും. പ്രത്യേകിച്ച് വീട്ടിൽ നടക്കുന്ന, അച്ഛൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അമ്മ പകല് നടക്കുന്ന കാര്യങ്ങൾ പലതും അച്ഛനോട് പറയില്ല. തീരെ സഹിക്കാൻ വയ്യാത്ത കാര്യങ്ങൾ അച്ഛനോട് പറയുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ അമ്മയിൽ നിന്നൊരു രക്ഷ എപ്പോഴും കുട്ടികൾക്ക് കിട്ടാറുണ്ട് അന്നത്തെ കാലത്ത്. ഇന്ന് അതൊന്നും അല്ലല്ലോ. ഇന്നൊക്കെ കാലം മാറി, കഥ മാറി, കൊട മാറി എന്ന് പറഞ്ഞ പോലെയല്ലേ. അപ്പോൾ അന്ന് കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ ഇതേപോലത്തെ അനുഭവങ്ങൾ ഈ ഗുരുനാഥന്മാരെ, ഞങ്ങളുടെ ഗുരുനാഥന്മാരെ എന്നല്ല ഞാൻ പറഞ്ഞത്, അത് സ്ട്രിക്റ്റ്. അതായത് ഞങ്ങളുടെ ഗുരുനാഥന്മാരിൽ നിന്ന് കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ കേൾക്കല്ല അനുഭവിച്ചിട്ടുള്ളത് ആ സ്ട്രിക്റ്റ്. ഏറ്റവും വല്ലം തിരിയാൻ സമ്മതിക്കില്ല. വലിയൊരു കോമ്പൗണ്ടിൽ അങ്ങറ്റം ബോയ്സ് ഹോസ്റ്റല്, അങ്ങറ്റം ഇങ്ങറ്റായിട്ടുള്ള വ്യത്യാസം. അത് ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടല്ലോ കലാമണ്ഡലം. ആ ഹോസ്റ്റലൊക്കെ അങ്ങനെ ലേഡീസും ബോയ്സും ഒക്കെ ഭയങ്കര ദൂരമാണ്. പക്ഷേ നമ്മൾ പുറത്തിറങ്ങും, പുറത്തോട്ട് അല്ലെങ്കിൽ കലാമണ്ഡലം ഓഫീസിൽ എന്തെങ്കിലും ആവശ്യത്തിന് നോക്കുമ്പോൾ ബോയ്സൊക്കെ ഉണ്ടാവും അവിടെ. ഞങ്ങൾ ഗേൾസ് ചെല്ലും. എന്തെങ്കിലും ഓഫീസിൽ എന്തെങ്കിലും കാര്യത്തിന് ഏതെങ്കിലും സംസാരിക്കാനോ എന്തെങ്കിലും വല്ല പ്രശ്നത്തിനൊക്കെ ചെല്ലും ബോയ്സ് അവിടെ ഉണ്ടാവും. പക്ഷെ അവരൊന്നും നോക്കുക പോലും സാധിക്കാത്ത അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു അന്നത്തെ കാലം. അഥവാ നോക്കിക്കഴിഞ്ഞാൽ അത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് കൊണ്ട് അത് അവതരിപ്പിക്കും. അപ്പോൾ എന്താ കുട്ടി അവിടെ ഇങ്ങനെ ഇന്നയാളെ നോക്കി അയാളോട് വർത്താനം പറയണമൊക്കെ കേട്ടല്ലോ, എന്താണ് സംഭവം, എന്താ അതിൻ്റെ ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കേൾക്കലാണ് നമ്മളെ പരീക്ഷിക്കുക. കലാമണ്ഡലം മേഘന നമസ്തേ. പ്രീത നമസ്തേ. അപ്പം അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു. എന്നിട്ട് ചില
പുരുഷ സാറുമാർ, അതായത് ഇപ്പോൾ ഡാൻസ് അവിടെ അന്ന് പുരുഷന്മാരൊന്നും ഇല്ലായിരുന്നു, സ്ത്രീകളായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അല്ലാതെ കഥകളി, അതേപോലെ കൂടിയാട്ടം, കൂത്ത്, ചെണ്ട, മദ്ദളം, തിമ്മല, ഞാൻ പറയണില്ല, കുറേ ഉണ്ട് കലാമണ്ഡലത്തിൽ പഠിപ്പിക്കുന്നത്. ഇതിനകത്ത് വരുന്ന പല ആശാന്മാരും ഉണ്ട്. ആശാന്മാരെ പ്രഗത്ഭനായ ഒരുത്തനുണ്ട്, അവൻ്റെ പേരൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കില്ല. ഇപ്പോഴും കലാമണ്ഡലത്തിൽ ഒരുപാട് പിടിപാടുകളോടുകൂടി ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ പൈസ പറ്റി ജീവിക്കുന്ന ഒരുത്തൻ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കലാകാരന്മാരാണെങ്കിൽ ഇത് ഉറപ്പായിട്ട് ഇപ്പോൾ കലാമണ്ഡലത്തിൽ ആരോ കേൾക്കുന്നുണ്ട്, ആ കുട്ടിയൊക്കെ ചെറുപ്പമായിരിക്കും, ഒരുപാട് പ്രായമൊന്നും വരാൻ വഴിയില്ല, ചെറിയ കുട്ടികളായിരിക്കും. മനസ്സിലായോ? ഇപ്പോഴും കലാമണ്ഡലത്തിൽ കിടന്ന് വരവ് വേണം, ഒന്നാന്തരം കോഴിയാണ്, ഒന്നാന്തരം കോഴി. ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ളതാ. ഇന്നത്തെ കാലത്ത് അതല്ല. ഇന്നൊരു ചെറിയ പ്രശ്നം ഒന്ന് ടച്ച് ചെയ്താൽ മതി, ഒരു പെൺകുട്ടീനെ ഒന്ന് ടച്ച് ചെയ്താൽ കേസായി. നമുക്കറിയാലോ അത്. പല പല കഥകളും കലാമണ്ഡലത്തിലും കലാകാരന്മാരുടെ ഇടയിൽ മാത്രമല്ല, അല്ലാതെ തന്നെ ഒരു കുട്ടിയുടെ മേലെ ഒരുത്തൻ തോളിൽ കൈ വെച്ചു കൊണ്ടുള്ള കേസ് നമുക്കറിയാലോ. വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാ ജനങ്ങളും നിൽക്കുമ്പോഴാണ് അദ്ദേഹം എന്തോ പറഞ്ഞപ്പോൾ മേല് തോളിൽ കൈയൊന്ന് വെച്ചു. അത് ഭയങ്കര ഭൂകമ്പായില്ലേ. പുള്ളിക്കാരന് ജാമ്യം എടുക്കേണ്ടതായിട്ട് വന്നു. മനസ്സിലായ? അതാണ് ഇപ്പോഴത്തെ കേരളം. ഞങ്ങൾ പഠിക്കുമ്പോൾ അതല്ല. എനിക്കിപ്പോൾ 68 വയസ്സാകുമ്പോൾ ഞാൻ SLC കഴിഞ്ഞിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രായം അറിയാലോ. അപ്പോൾ വർഷം എത്രയെന്നൊന്ന് കണക്കൂട്ടിയേക്കുക. ആ സമയത്ത് ഈ പറയണ വ്യക്തി, ഒരുപാട് ആശാന്മാർ അവിടെ ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്നവർ. അതിലൊക്കെ എക്സ്ട്രാ ഡീസൻ്റ് ആയിട്ടുള്ള ആശാന്മാരുണ്ട്. നമ്മളെ കണ്ട ഒന്ന് ചിരിച്ച് പുള്ളിക്കാരനങ്ങ് പൊക്കോളും. നമ്മളതുപോലെ ചെറിയ കുട്ടികളല്ലേ, 10ാം ക്ലാസ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ എത്ര പ്രായമുണ്ട്. ഞാനൊക്കെ പഠിക്കുമ്പോൾ ഡേ കെയറോ അതേപോലെ LKG UKG അങ്ങനെയൊന്നും ഇല്ല, നേരിട്ട് 1ല പോയി ചേർന്നേക്കണത്. അപ്പോൾ ഏകദേശം വയസ്സ് നിങ്ങൾക്ക് ഊഹിക്കാം. അപ്പോൾ ഇത്രയും വർഷത്തിന് മുമ്പ് ഈ പറഞ്ഞ വ്യക്തി, മനസ്സിലായി, കുറേ പുരസ്കാരങ്ങളൊക്കെ കിട്ടി. ഞങ്ങൾക്ക് പുരസ്കാരമൊന്നും കൊടുക്കാനില്ല, അത്ര അധികം കിട്ടിയിട്ടുണ്ട്. ഇന്നും കലാമണ്ഡലത്തിൽ കിടന്ന് നിരങ്ങാണ് ഇയാള്. പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് മര്യാദകേടായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ബലാത്കാരം എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഇന്ന് ബലാത്സംഗം എന്ന് പറഞ്ഞ വാക്കില്ലല്ലോ. ബലാത്കാരമായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഊഹിച്ചോ അത്ര വൃത്തികെട്ട ഒരുത്തനാണ്. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ അന്നത്തെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ, അപ്പം ഞാനിപ്പോൾ ഈ വയസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ചെറുപ്പകാലം ഒന്ന് ആലോചിച്ചോണ്ടാണ്. നമ്മൾ തീരെ അങ്ങോട്ട് മോശമൊന്നും അല്ലല്ലോ. എന്നെ പലരും പലതും പറഞ്ഞ് തള്ളാന്ന് കളവിന്നൊക്കെ വിളിക്കണം, അതൊക്കെ വിളിച്ചോട്ടെ. ഈ പറയണവരെല്ലാവരും തള്ളയും തന്തയും ഒക്കെ ആവുമല്ലോ ഒരു കാലത്ത്. പഴുത്ത പ്രാവില വീഴുമ്പോഴേ പച്ചപ്രാവില ചിരിക്കരുത്. കുറേ ദിവസം കഴിയുമ്പോൾ ആ പച്ചപ്രാവിലയും പഴുത്ത് താഴെ വീഴും, അല്ലേ? ശരിയല്ലേ? അങ്ങനെയാണ് മനുഷ്യൻ്റെ അവസ്ഥ, അതൊക്കെ തന്നെയാണ്. പക്ഷെ എൻ്റെ പ്രായത്തിൽ എന്നെ ദുഷിച്ച് പറയുന്നവർ എൻ്റെ ഈ പ്രായത്തിൽ ചുമരിൽ മാലയിട്ടിട്ട് ഇരിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഇന്നും ഞാൻ നല്ല ആരോഗ്യവതിയായിട്ടിരിക്കുകയാണ്, ഒരു പ്രശ്നമില്ല എനിക്ക്. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു, ഇയാൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നെ. പക്ഷെ ഇതെനിക്ക് പറയാൻ ഞാൻ വന്നുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, കലാമണ്ഡലത്തിൽ ഇന്നിപ്പോൾ നടക്കുന്ന ഒരു ഭൂകമ്പം പോലെ ഇങ്ങനെ നടക്കുകയാണ് ഒരു പ്രശ്നം. അപ്പം എന്ത് പ്രശ്നമാണെന്ന് ടീച്ചർ പറയുമെന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് പറയരുത്. നിങ്ങൾ TV ഒന്ന് വെച്ച് നോക്കോളൂ. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിൽ TV ഉണ്ടെങ്കിൽ ഒന്ന് വെച്ചോളൂ, അപ്പം അറിയാം. അതിങ്ങനെ ചൂടപ്പം പോലെ പറയുന്നുണ്ട് അവർ. അപ്പം അത് എനിക്ക് വലിയ അത്ഭുതമായിട്ട് അത് തോന്നിയിട്ടില്ല. കാര്യം എന്താ അറിയോ, ഇത് പണ്ടും ഉണ്ട്. അതുകൊണ്ട് പണ്ടുള്ളവർ നമ്മൾ പരാതിപ്പെടാൻ നമുക്ക് അവിടെ ഒരു വോയിസ് ഇല്ല. ഞാൻ എന്നിട്ട് പരാതിപ്പെടുന്ന സമയത്ത് ആരാണ് അവിടെ സെക്രട്ടറി പോസ്റ്റിൽ ഇരുന്നത്? ഇന്ദുചൂടൻ സാറ്. ചെയർമാൻ പോസ്റ്റിൽ ഇരുന്നത് ഒളപ്പമണ്ണ. ഞാൻ ഈ സെക്രട്ടറിക്ക് കൊണ്ട് പരാതി കൊടുത്തു. അപ്പം ഞാൻ ചെറിയ കുട്ടി, ഒരു 3rd ഇയർ ആയിട്ടുള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ ചെന്നു. 3rd ഇയർ ആയപ്പോഴാണ് ഈ പ്രശ്നം. അപ്പോൾ ഒരു 18 വയസ്സ്, നല്ല പ്രായമല്ലേ, 18 വയസ്സ് കഴിഞ്ഞ ആ സമയം ഞാൻ ചെന്ന് പരാതി കൊടുക്കുന്നു. ഏതൊരു പരാതി കൊടുത്താലും മേടിക്കുമല്ലോ, ഓഫീസിൽ മേടിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ മേടിച്ചു. പിന്നെ അത് അവർ കമ്മിറ്റി കൂടി സെക്രട്ടറിക്ക് മാത്രം ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല.
എന്നിട്ട് എൻ്റെ അടുത്ത് പിന്നെ ചെയർമാനും പിന്നെ സെക്രട്ടറി സൂപ്രണ്ട് സാറിന്റെ പേര് സൂപ്രണ്ട് സാറെന്ന് ഞങ്ങൾ വിളിക്കുള്ളൂ, പേര് മറന്നുപോയി അദ്ദേഹം. പിന്നെ കുറച്ച് പേരുണ്ട് കമ്മിറ്റി. എല്ലാവരും കൂടെ കമ്മിറ്റി കൂടിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കമ്മിറ്റി കൂടിയിട്ട് സത്യഭാമയെ അറിയിക്കാട്ടോ എന്ന് പറഞ്ഞു, എന്താണ് നടപടി ഞങ്ങൾ എടുക്കുന്നതെന്നുള്ളത്. അങ്ങനെ ഞാൻ അതിൽ സമാധാനിച്ചു പോന്നു. അതായത് ഇവരെന്തെങ്കിലും ഒരു നടപടി എടുക്കുമായിരിക്കുന്നല്ലേ നമ്മൾ വിചാരിക്കുക. അങ്ങനെ ചെന്ന് അവസാനം പിന്നെയും പോയി ചെന്ന് അന്വേഷിക്കണം. അപ്പം നമ്മൾ ആരും ഡൂക്കിളി, അവിടെയൊക്കെ വെറും ഡൂക്കിളി എന്ന് തന്നെ പറയാലോ. നമുക്ക് ചോദിക്കാനും പറയാനും. ഞാനൊരു പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. എൻ്റെ അച്ഛൻ SI ആയിരുന്നു. SI പോസ്റ്റിൽ ഇരുന്നിട്ടാണ് പെൻഷനായത്. അപ്പോൾ മോളുടെ പ്രശ്നങ്ങൾ ഞാൻ അമ്മോട് പറഞ്ഞു എന്നല്ലാണ്ട് അച്ഛനോട് അവതരിപ്പിക്കാൻ പോയില്ല. അച്ഛന്മാർ സഹിക്കില്ലോ ഒന്ന് കേട്ടാലും കണ്ടാലേ, എൻ്റെ മോളെടുത്ത് ഇങ്ങനെ ചെയ്തു എന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ മോളെ എന്ന് പറയുമ്പോൾ അച്ഛനേക്കാളും ഫീൽ ചെയ്യുക, അമ്മയെക്കാളും ഫീൽ ചെയ്യുക അച്ഛന്മാർക്കാ. അച്ഛന്മാർ എടുത്ത് രണ്ടും കൽപ്പിച്ചൊക്കെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി അങ്ങോട്ട് ചെല്ലും. അപ്പം അമ്മ പറഞ്ഞു, മോളെ അച്ഛനോട് പറയണ്ട, ഞാൻ അറിഞ്ഞത് ശരി, നീ എന്തായാലും പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് നോക്കാം അവരെന്താ പറയാന്ന്. അവസാനം അവരെടുത്ത തീരുമാനം എന്താ പറയുക, അന്നത്തെ കാലത്ത് അതേ നടക്കുള്ളൂ. അല്ലാതെ ഇന്നാണെങ്കിൽ നമുക്ക് നമ്മൾ പരാതി കൊടുത്തതിന് ഒരു പേപ്പർ നമുക്ക് തരും, റെസീറ്റ് തരും. ഈ റെസീറ്റ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മേൽ നടപടികൾക്ക് വേണ്ടി നമുക്ക് പോകാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരു പരാതി കൊടുക്കുമ്പോൾ എല്ലാ കേസൊന്നും അവരെടുക്കില്ല. എന്താ പറയുക, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നേരം വെളുത്താ ഇങ്ങനെ പരാതികളാണ് പോലീസ് സ്റ്റേഷനിലെ. അപ്പോൾ അവർ ചിലതൊക്കെ നോക്കും, ചിലതൊന്നും നോക്കൂല. അപ്പോൾ നോക്കാത്ത വരുമ്പോൾ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ റെസീറ്റ് തരുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ വല്ലയിടത്തും പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് പരാതി മേടിച്ചതിൻ്റെ ഒരു പേപ്പർ കിട്ടി. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാനോ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കലാമണ്ഡലത്തിനെതിരെ പോലീസ് സ്റ്റേഷനിൽ പോകാനോ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ കോടതിയിൽ പോകാനോ, ഇതൊന്നും അന്നത്തെ കാലത്ത് നടക്കുമായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ പറയാനും ചോദിക്കാനും എന്താ വെച്ചാൽ ബേസ് കിടക്കണം എന്താണെന്ന് വെച്ചാൽ അച്ഛനോട് പറഞ്ഞിട്ടില്ല. അച്ഛനോട് പറഞ്ഞാൽ അതെല്ലാത്തിനും പുറകെ ഒരാൾക്കാർ വരണ്ടേ. എനിക്കൊരു ബ്രദറുണ്ട്, രണ്ടുപേരെയും അറിയിച്ചില്ല. ഞങ്ങൾ ചേച്ചിയും ഞാനും അമ്മയൊക്കെ മാത്രമൊക്കെ അറിഞ്ഞ് ഇങ്ങനെ വെച്ചു. ഇത് കഴിഞ്ഞിട്ട് പരാതി കൊടുത്ത് അതിൻ്റെ റെസീറ്റ് കിട്ടിയതിന് ശേഷം അനക്കമില്ലാണ്ടായപ്പോൾ ഞാൻ അന്വേഷിച്ച് പറയണേ, അദ്ദേഹം ഇവിടെ ഭയങ്കരമായിട്ട് കഥകളിയിൽ ഒരുപാട് കലാമണ്ഡലം ട്രൂപ്പിൻ്റെ പ്രോഗ്രാം ചെയ്യുന്ന ആളാണ്. പിന്നെ അസാധ്യ കഴിവുള്ള ഒരുത്തനാണ്. ഇതാണ് അവർ കമ്മിറ്റിക്കാരൻ എന്നോട് ഓഫീസ് പറയണത്. അതുകൊണ്ട് ഇതങ്ങ് കുട്ടി ഇപ്പോൾ 3rd ഇയർ ആയിട്ടുള്ളൂ, ഞാൻ ഇപ്പോൾ 3rd ഇയറാണ്. അതുകൊണ്ട് 4th ഇയർ കഴിഞ്ഞിട്ട് കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടേ. അപ്പം അന്ന് 4 കൊല്ലമേ ഉള്ളൂ, ഡിപ്ലോമ അത്രയേ ഉള്ളൂ അവിടെയൊക്കെ പഠിക്കാൻ. ഇന്ന് അതല്ല, ഇന്ന് കുറച്ചുകൂടിയൊക്കെ വ്യത്യാസമുണ്ട് കലാമണ്ഡലത്തിലെ ക്ലാസ്സുകളുടെ രീതികളും. എത്രയോ വർഷമൊക്കെ പഠിക്കുന്നുണ്ട്, ഇപ്പം 4 അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് വേണോ. അപ്പോൾ ഇതൊന്ന് കണ്ടില്ല കേട്ടില്ല എന്നടിക്കുക, മേലാൽ ഞങ്ങൾ അയാളെ വിളിച്ചൊന്ന് സംസാരിച്ചോളാം, ഇങ്ങനെ ഒരു സംഭവം തനിക്കെതിരെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു വാണിംഗ് കൊടുത്തേക്കാം, അല്ലാണ്ട് കേസിനും വഴക്കിനൊന്നും പോകണ്ട എന്നുള്ള ഒരു മറുപടിയാണ് എനിക്ക് കിട്ടിയത്. ഇന്നിപ്പോൾ എന്തിനാണ് കലാമണ്ഡലത്തിൽ ഇത്ര പൊള്ളണത്? കലാമണ്ഡലം എന്തിനാ ഇപ്പം ഇത്രയും പൊള്ളി ഓരോരുത്തരെ പുറകെ കിടക്കണം? ഇപ്പം ഇന്നലെയൊക്കെ ആയിട്ട് നടന്ന സംഭവമേ, ഇത് പണ്ട് മുതലേ അവിടെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ട് പല ആവശ്യങ്ങൾക്കും കലാമണ്ഡലത്തിൽ എനിക്ക് പോകേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പോകുമ്പോഴെല്ലാം ഇയാളെ ഞാൻ കാണാറുണ്ട്. ഇയാൾ അപ്പോഴും എന്നെ കൊരട്ടത്ത് വെച്ചിട്ട് ഇങ്ങനെ കൊരട്ടത്ത് വയ്ക്കാന്ന് പറഞ്ഞാൽ ഈ എന്നോടുള്ള ദേഷ്യം, ഞാൻ പരാതിപ്പെട്ടതിനോടുള്ള ദേഷ്യം കൊണ്ട് ഇയാൾ എന്നെ കാണുമ്പോൾ പലരോട് എന്നെക്കുറിച്ച് അനാവശ്യം പറയുക, അല്ലെങ്കിൽ എന്നെ ദുഷിച്ച് പല രീതിയിൽ ഇയാളെ ഉപദ്രവിച്ചിട്ടുണ്ട്. അവസാനം ഞാൻ കോഴ്സൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മളെ പ്രായങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷം ഞാൻ തൃശ്ശൂർ സ്വദേശിനിയാണ്.
ട്രിവാൻഡ്രത്തിൽ വന്ന് ഇവിടെ സെറ്റിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കലാമണ്ഡലത്തിൽ ബോർഡിലിരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അത് നമ്മൾ കലാകാരന്മാരിരിക്കേണ്ട സ്ഥലത്ത് ഞങ്ങൾ തന്നെ ഇരിക്കണമല്ലോ, അല്ലാണ്ട് വേറെ ഒരു IAS ഓഫീസർ വന്നിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കലാകാരന്മാർക്ക് കുറെ 10ാം ക്ലാസ്സും വരെ വിദ്യാഭ്യാസമുള്ളൂ, 7ാം ക്ലാസ്സുകാരുണ്ട്, 8ാം ക്ലാസ്സുകാരുണ്ട്, എല്ലാ എല്ലാ വിദ്യാഭ്യാസമുള്ള ആൾക്കാരും. 10ആണ് അങ്ങ് അറ്റം അവിടെ. അതിനപ്പുറം പഠിച്ചിട്ട് ചെന്നാൽ അവിടെ അഡ്മിഷൻ ഇല്ല. അങ്ങനെയാ പഠിത്തം നമുക്ക് ഇന്നിപ്പോൾ ഭയങ്കരമായിട്ട് കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു കേരളമായല്ലോ നമ്മുടെ കേരളം. എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം പൊതുവെ. അപ്പം അന്നത്തെ കാലത്ത് അങ്ങനെ പഠിച്ച് വന്നിട്ടുണ്ടെങ്കിലും പല പല ബോർഡുകളുണ്ട്. അതായത് കലാമണ്ഡലമുണ്ട്, മറ്റേ നമ്മുടെ കാലടി ശങ്കര കോളേജ്, RLV, ഇവിടെ വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ, ഭാരത് ഭവൻ, പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കലാകാരന്മാർക്ക് ഓരോ പോസ്റ്റുണ്ട്. എന്നുവെച്ചാൽ അവിടെ എല്ലാ സ്ഥാപനങ്ങളിലും പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതിനൊരു കമ്മിറ്റി വേണം. ആ കമ്മിറ്റിയിൽ ബോർഡിൽ ശരിക്കും 5 പേരോ 6 പേരോ ഒക്കെ കാണും. അതിലൊരാളായിട്ട് എനിക്ക് കലാമണ്ഡലത്തിൽ കിട്ടി. കലാമണ്ഡലത്തിൽ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ അവിടെ അപ്പോഴും ഉണ്ട്, ഞാൻ കാണുന്നുണ്ട്. അപ്പം എന്നോട് ആ ദേഷ്യയാൾക്ക് അപ്പോഴും ഉണ്ട്. ഞാൻ ഈ പറയുന്ന വ്യക്തി ഇപ്പോഴും അവിടെ കിടന്ന് വരവാണ്, നരച്ച് കുരച്ച് ഒരു പരുവ 80-85 വയസ്സുണ്ടായിരിക്കും ഇപ്പോൾ. അയാൾ ആരായിക്കോട്ടെ, എത്ര വലിയ ആർട്ടിസ്റ്റ് ആയാലും, എത്ര ആർട്ടിൽ എത്ര കഴിവുള്ളവനായാലും തെണ്ടിക്ക് കഞ്ഞി വെച്ചവനാണ്. മനസ്സിലായ? ഇവനെ അവൻ മരിച്ചാൽ പോലും ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് തോന്നും ഞാൻ എന്താണ് അയാളെ പേര് പറയാത്തതെന്ന്. പേര് പറയാൻ എനിക്ക് കുറച്ചും കൂടെ സമയം വേണം. ഞാൻ പറഞ്ഞിരിക്കും ഇവനാരാ. ഇന്നത്തെ കാലത്താണ്. അന്ന് എന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ എന്നോട് പ്രവർത്തിച്ചിട്ടുള്ള, എന്നോട് പറഞ്ഞിട്ടുള്ള ഡയലോഗുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നായിരുന്നെങ്കിണ്ടല്ലോ അവൻ എണ്ണിച്ചേനെ ഞാൻ. അന്ന് അതിനുള്ള ഒരു ഇത് ഇല്ല. ആ കാലത്ത് ഇത്ര അധികം പ്രശ്നങ്ങളില്ലാത്തൊരു കാലമാണ്. പക്ഷെ എന്നാൽ ഇവരുടെ ഈ ചേഷ്ടകളെല്ലാം നടക്കുന്ന കാലമായിരുന്നു, ആ സംശയമൊന്നുമില്ല. കുറെ പേരുണ്ട് അവിടെ. ഇയാൾ മാത്രം, ഇയാളെയാണ് എടുത്തു പറയേണ്ടത്. എല്ലാ കലാകാരന്മാർക്കും അറിയാം. ഞാൻ ഈ പറയണ ആളെ ഒരുവിധം എല്ലാ കഥകളിക്കാർക്ക് പ്രത്യേകിച്ചറിയാം. കഥകളി, കൂടിയാട്ടം, കൂത്ത്, ചെണ്ടാമദ്ദളം, ചുട്ടി, കുറെ ഉണ്ടല്ലോ അവിടെ, തിമല, മിഴാവ്. ഇതിലുള്ള എല്ലാവർക്കും ഈ തെണ്ടിച്ചെറ്റാൻ അറിയാം. അവൻ മഹാച്ചെറ്റ. അവനിപ്പോൾ 80-85 വയസ്സുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ പ്രായമുള്ള ഒരാളെ ടീച്ചർ ഇങ്ങനെ പറയുന്ന നമ്മൾ മറക്കുമോ നമ്മളെ വേദനിപ്പിച്ചത്? ഒരാള് ചീത്ത വിളിക്കാൻ മോഷ്ടിച്ചു, അല്ലെങ്കിൽ മോഷണം, അല്ലെങ്കിൽ അയാൾ ചീത്ത വിളിച്ചു, അത് വിളിച്ചു. ഇതിനേക്കാളൊക്കെ അപ്പുറമാണ് ഒരു സ്ത്രീനെ മര്യാദകേടായിട്ട് പെരുമാറുന്നതും ദേഹോപദ്രവം ചെയ്യുന്നു. ദേഹോപദ്രവം അടിയിടിയൊന്നുമല്ലല്ലോ, സെക്സ് അതല്ലല്ലോ. സെക്സ് എന്ന് പറയുന്ന കയറി പിടിക്കലും അത് ഇതൊക്കെ ചെയ്യുന്നത് മറ്റുള്ളതിലൊക്കെ മോളിലാ അല്ലേ? ശരിയല്ലേ? നമ്മൾ സഹിക്കുമോ? നമ്മുടെ പെൺമക്കളെ, നിങ്ങളൊക്കെ ഇപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങളുടെയൊക്കെ മക്കളെ വല്ലവരും ചെയ്ത് നിങ്ങൾ സഹിക്കും? കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു സംഭവം ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പൊ ആ കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ 10-32 വയസ്സായനെ. നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും. അതിൻ്റെ ഇടയിൽ അത് പറയാം. അയാളെ മോളെ ഒരുത്തൻ ബലാത്സംഗം ചെയ്ത് കൊച്ചു സ്കൂൾ വിട്ടു വരുന്ന സമയം 10-12 വയസ്സായ പെൺകുട്ടീനെ അങ്ങ് ശാരീരികമായിട്ട് വേദനിപ്പിച്ച കൊച്ചു മരിച്ചിട്ട് ഈ അച്ഛൻ അയാളെ കൊന്നു. എന്നിട്ടേ കോടതി കേസ് കിടക്കാം. കോടതിയിൽ എല്ലാം പോലീസും കേസും വെക്കാനൊക്കെ വരുമല്ലോ. അപ്പോഴതിനകത്ത് വന്നത് എന്താ അറിയോ? കോടതി എന്താ പറഞ്ഞറിയോ? ആ കോടതിനെ 100 പ്രാവശ്യം നമിക്കും നമ്മൾ. ആ കോടതി പറഞ്ഞെന്തോ, എന്താ തെളിവ്? ഇദ്ദേഹമാണ് അയാളെ കൊന്നതെന്ന് എന്താ തെളിവെന്ന് ചോദിച്ചേ. അറിയോ? അങ്ങനെ തന്നെ ചെയ്യണം അല്ലേ? ശരിയല്ലേ? ഒരു പെൺകുട്ടീനെ പീഡിപ്പിച്ച് കൊന്നിട്ടുണ്ടെങ്കിലേ അവനെ തിരിച്ച് കൊല്ലണം, വേണ്ടേ? അത് ആ കുട്ടിയുടെ അച്ഛൻ ചെയ്തു. അയാളിപ്പോൾ എനിക്ക് തോന്നുന്നു 1 വർഷമായിട്ടില്ല, അദ്ദേഹം മരിച്ചു പ്രായമായിട്ട്. ആ കൊച്ചുണ്ടായിരുന്നെങ്കിൽ ഇപ്പം 32-34 വയസ്സാണ്. കുറെ വർഷം മുമ്പ് നടന്ന സംഭവം ഇത് കേട്ടോ.
നിങ്ങൾക്ക് എല്ലാവർക്കും. എനിക്കത് പേരൊന്നും ഓർമ്മയില്ല കുട്ടിയുടെയും അച്ഛൻ്റെയും ഒന്നും. ഇത് തന്നെ ചെയ്യേണ്ടത്. അന്ന് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്കിതുപോലെ ചെയ്യാൻ പറ്റുമോ? അന്നത്തെ കാലത്ത് ഇങ്ങനെ പോലത്തെ പ്രശ്നങ്ങൾ ആരെടുത്ത് പോയി പറയാനാ? ഓഫീസ് കണ്ണടച്ചു ഞാൻ ചെന്ന് പരാതി കൊടുത്തപ്പോൾ. എന്നിട്ട് ഞാൻ കലാമണ്ഡലത്തിൽ ബോർഡിൽ കയറിയപ്പോഴേ ഈ നായ അവിടെയുണ്ട്, അപ്പോഴും ഉണ്ട്. ഇവൻ അവിടെ ഉണ്ട് അപ്പോഴും. ഇവനെ ജന്മത്തെ അവർ വിടൂല കലാമണ്ഡലം. അവിടെ അങ്ങനെ പെറ്റ് കിടക്കുന്ന പറയുള്ളൂ ഒറ്റ ഭാഷയിൽ. മനസ്സിലായ? പ്രസവിച്ച് കിടക്കുക എന്ന് പറയില്ലേ, അതുപോലെ കിടക്കുക. ഞാൻ അവിടെ ബോർഡിൽ ചെല്ലുമ്പോഴും അപ്പൊ അയാൾ വിചാരിച്ചു, ഓ ഇവള് ഇവിടെ കയറിയ എന്നുള്ളതായി. പിന്നെ എന്നെ കാണുമ്പോ നമ്മളെ കാലം മാറി, കൊട മാറി, കതി മാറി എന്ന് പറഞ്ഞ പോലെ നമ്മള് കുറെ വർഷം കഴിഞ്ഞുകൊണ്ട് പിന്നിട്ട് വന്നല്ലോ. അപ്പൊ എനിക്ക് പിടിപാടുകളും ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഒരുപാട് VIP ഉണ്ട്. ഞാൻ മന്ത്രിമാരുടെ MLA-മാരുടെ അല്ലെങ്കിൽ പല മേഖലയിലുള്ള കുട്ടികൾ ഞങ്ങൾ കലാകാരന്മാരെ പഠിപ്പിക്കും. ഞാൻ മാത്രമല്ല, എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പല ദിക്കിലും കയറും. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നത് പോലെ ചില കാരണങ്ങളാൽ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് കലാമണ്ഡലത്തിനായിട്ട് ഇറങ്ങേണ്ടതായിട്ട് വന്നു. അത് നിങ്ങൾക്ക് അറിയാലോ, ആര് കാരണമാണെന്ന് അത് അറിയാലോ, കുറെ പേർക്ക് അറിയാലോ. അല്ലെങ്കിൽ എന്നെ വിളിക്കുക, ഞാൻ പറയാം. ഞാൻ ഇതിൽ ലൈവിൽ പറയുന്നില്ല. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാള് രംഗത്തിറങ്ങി. ഈ കഥകളിക്കാരൻ, ഈ 85 വയസ്സായ ചെന്നായ രംഗത്തിറങ്ങിയിട്ട് ആ പത്രം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അയാളിപ്പോ ഉണ്ടല്ലോ, ഞാൻ പേര് പറയാണ്ട് എന്നെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇയാളെ എനിക്കെതിരെ കൊടുത്തിട്ടുള്ള സാധനം ഞാൻ തെളിവായിട്ട് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ വക്കീലിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇയാളെ എനിക്കെതിരെ ഒരു പത്രസമ്മേളനം നടത്തി. കലാമണ്ഡലത്തിൽ നിന്ന് അവരെ ഇറക്കി വിട്ടു. ഇന്ന കാരണത്താൽ, വേറെ കാരണം, ഞാൻ വേറെ മോറൽ സൈഡോ അല്ലെങ്കിൽ മറ്റേ ചീത്ത രീതിയിലൊന്നുമല്ല കേട്ടോ, വേറെ ചെറിയൊരു കാരണത്തിന് ഇറക്കി വിട്ടു. പിന്നെ പാർട്ടിയാണല്ലോ എല്ലായിടം ഭരിക്കുന്നത് അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതൊരു പോസ്റ്റിൽ ഒരാളിരിക്കുന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ഒരു പിടിപാടുണ്ടെങ്കിൽ തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. എന്നിട്ട് ഇയാൾ എനിക്കെതിരെ ഒരു പത്രസമ്മേളനം നടത്തി. ഇയാളുടെ മോനും ഇറങ്ങി രംഗത്ത്. അതെല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അയാളുടെ മോൻ പറഞ്ഞത്, സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത്. അവനും തന്തയും മോനും ഒരുപോലെ ഇറങ്ങിയിട്ട് ഇയാള് പിന്നെ ഈ കഥകളിയിൽ വേഷമൊക്കെ കെട്ടിങ്ങനെ നടക്കുന്ന ഒരു ചട്ടയാണല്ലോ. അപ്പൊ ഇവൻ ഒരു പത്രസമ്മേളനം നടത്തുമ്പോ ആര് നടത്തിയാലും പത്രത്തിൽ വരുമല്ലോ. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഞാനൊരു ഒരു സ്ത്രീ ആയിട്ട് കലാമണ്ഡലത്തിൽ കയറി ഇന്ന കാരണത്താൽ അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്നൊക്കെ പറയുമ്പോൾ തന്നെ പത്രക്കാർക്ക് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ എന്താ പറയാ, ഭയങ്കര ചൂടുള്ള വാർത്ത പോലെയൊക്കെ അങ്ങോട്ട് വന്ന് ഇതങ്ങ് അവതരിപ്പിച്ചു. എനിക്ക് തോന്നുന്ന ഒരു 1/2 പേജ് ഈ നായ എന്നെതിരെ എന്നിട്ട് പറയണേ, അവരാര്? സത്യഭാമ, അവരെ നമ്മൾ അറിയ പോലും ഇല്ല എന്ന് പറഞ്ഞ ഇയാള് അങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്നു പത്രത്തില്. ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അയാളെ പറയണതിന് എനിക്ക് ഒരു പേടിയില്ല, ഞാൻ പറഞ്ഞിരിക്കും. മനസ്സിലായ? ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ പത്രമൊക്കെ ഇയാൾ എനിക്കെതിരെ പറഞ്ഞിട്ടുള്ളത്. ഇയാൾ ആരാ വിചാരിച്ചേ? എൻ്റെ വീടിന്റെ നടയിൽ കൂടെ ഈ പള്ളിയും കുരിശും നടയും കൊട്ടും വാദ്യമൊക്കെ പോവും. ഇയാൾ എന്തെന്നാ വിചാരിച്ചേ? അല്ല, ഇയാൾക്ക് മാത്രം എല്ലാം കിട്ടുള്ളൂ. അപ്പൊ എനിക്ക് പുരസ്കാരമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് വേണ്ട. എനിക്ക് ഒരു പുരസ്കാരം ആരുടെയും വേണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഞാൻ പത്മശ്രീയാണ്. എൻ്റെ അച്ഛൻ എനിക്ക് പത്മശ്രീ എന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ എനിക്ക് ഇവരെ പുരസ്കാരം എന്തിനാ? മനസ്സിലായ? ഇയാൾ എന്നിട്ട് പത്രത്തിൽ അങ്ങോട്ട് കൊടുത്ത് ഞാൻ വരുത്തുന്ന മാതൃഭൂമിയിൽ തന്നെ ഞാൻ കണ്ടത്. മാതൃഭൂമി പത്രം എൻ്റെ വീട്ടിൽ വരുത്തുന്ന ഞാൻ അതിനകത്ത് അങ്ങ് ഒരു 1/2 പേജ് ഉണ്ട് ഇയാൾ എനിക്കെതിരെ സംസാരിച്ചത്. അപ്പൊ അന്നത്തെ ആ വൈരാഗ്യം അയാള് വെച്ച് 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 വർഷങ്ങൾ കാത്തിരുന്നിട്ട് എൻ്റെ പുറകെ നടന്ന് ഇത് അത്രയും കൊടുത്തു. പത്രക്കാരെ അതൊക്കെ ഇട്ട്. അപ്പൊ ഈ ചെന്നായ, ഈ നാണം കെട്ട ഈ കഥകളിക്കാരനായ 85 വയസ്സായ ചെന്നായ എല്ലായിടവും നരച്ചു കുറച്ച് ഈ നായ ഇപ്പോഴും അവിടെ ഗവൺമെന്റിന്റെ പൈസയും പറ്റി തിന്നുകൊണ്ട് ഇപ്പോഴും അവിടെ ജോലി ചെയ്യുക. ഇപ്പോഴും പോയിട്ടില്ല അയാൾ അവിടെ നിന്ന്. മനസ്സിലായി? ഇപ്പോഴും അയാൾ പോയിട്ടില്ല അവിടെ നിന്ന്. മറ്റുള്ള കുറേ കലാകാരന്മാരും നല്ല പയ്യന്മാരൊക്കെ ഉണ്ട് അവിടെ.
പഠിച്ച് ഇറങ്ങുന്നത്. നല്ല വേഷമൊക്കെ ചെയ്യുന്ന, എല്ലാ വേഷവും ചെയ്യുന്ന പയ്യന്മാരുണ്ട്. ഇവർക്കൊന്നും വേദിയില്ല. ഇവരെയൊക്കെ മാറ്റി നിർത്തി ഇയാൾക്ക് കളിക്കണം, എല്ലായിടും ഇയാൾക്ക് കളിക്കണം. ഇയാളവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പത്രക്കാരെ വിളിക്കുക അവിടെ. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ ആ ബോർഡിൽ 2 കൊല്ലം ഇരിക്കുന്ന സമയത്ത് അവിടെ കൂത്തമ്പലത്തിൽ ഇങ്ങനെ ഫംഗ്ഷനൊക്കെ നടക്കുക. ഞങ്ങളൊക്കെ അവിടെ വേദിയിൽ മീറ്റിങ്ങും കാര്യങ്ങളും കഴിയുമ്പോൾ നമ്മൾ സദസ്സിൽ ഇറങ്ങിയിരിക്കുന്നു, വേദിയിൽ പ്രോഗ്രാംസ് നടക്കുന്നു. അപ്പം ചെന്ന് നോക്കിയപ്പോൾ ചെന്ന് നോക്കി അവിടെ എന്തെന്നാ നടക്കണം എന്ന് നോക്കി. അപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഇയാള് 3-4 പത്രക്കാർ വന്നിട്ട് അവരുടെ അടുത്ത് കലാമണ്ഡലത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം. കുറ്റവും പറഞ്ഞ് കുറവും പറഞ്ഞ് ഇതെല്ലാം നാളത്തെ പത്രത്തിൽ വരും. മനസ്സിലായ? അപ്പൊ ഇയാള് കഥകളി ഇങ്ങനെ കളിച്ചോണ്ട് നടക്കുന്നത് കൊണ്ട് പത്രക്കാർക്കും അതേപോലെ ജനങ്ങൾക്കൊക്കെ അറിയാം ഇയാൾക്ക് കഴിവുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ കഴിവിനെയൊക്കെ ഉണ്ടല്ലോ ഊതി പറപ്പിക്കും ഞാൻ അയാളുടെ. എനിക്ക് അയാളാരാ? അയാൾ ഇനി എന്റെ പുറകെ വരട്ടെ, ഇയാൾ ഇനി എന്റെ പുറകെ വരട്ടെ, ഞാൻ ഇനിയും വിളിച്ചു പറയും ഇതേപോലെ. മനസ്സിലായാ? ഇനിയും വിളിച്ചു പറയും. അതേപോലെ ഇന്നും ഈ പ്രായത്തിലും അയാൾക്ക് എല്ലാ ചേഷ്ട സ്വഭാവങ്ങളും അയാൾക്കുണ്ട്. ഞാൻ ട്രിവാൻഡ്രത്ത് സെറ്റിലായി എങ്കിൽ പോലും പലരും കേട്ടു അറിഞ്ഞും ഞാൻ ഇപ്പോഴും അതൊക്കെ അറിയാറുണ്ട്. എന്നിട്ട് ഇപ്പൊ ഒരു പാവപ്പെട്ട ഒരു ചെറുക്കൻ, ഏതോ ഒരു പേരുള്ള ഒരു ചെറുക്കൻ, പേരൊന്നും എനിക്ക് അറിഞ്ഞില്ല, നേരത്തെ പേര് കേട്ടു, TV കൂടെ കേട്ടു, അത് മറന്നുപോയിപ്പോ. അവിടെ ഏതോ ആരെ പീഡിപ്പിച്ചു എന്ന് എന്തോ പറഞ്ഞിട്ട് അവിടെ ഭയങ്കര ബഹളമായിപ്പോ, ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട്. TV തുറന്നപ്പോ അതാണ്. അപ്പൊ മുത്തച്ഛന്മാര് പോലും തുടങ്ങിയിട്ടുള്ള ഇത് കേട്ടോ, ഇപ്പൊ ഉള്ളതൊന്നുമല്ല കേട്ടാ, മുത്തച്ഛന്മാരേ ഉള്ളതാ. ആ മുത്തച്ഛനൊക്കെ ഇപ്പോഴും അവിടെ വാഴുകയാണ്, സുഖമായിട്ട് വാഴണു. ഒരു പിടിയിൽ അയാൾ വീണിട്ടില്ല. അയാൾ കുറെ പേരെ ഉപദ്രവിച്ചിട്ടുണ്ട്, പെൺകുട്ടികളെ. ഞാനാണ് ഇത് തുറന്നു പറയുന്നത്. എന്താ അറിയോ, എൻ്റെ അടുത്ത് എനിക്കൊരു കല്യാണോ, എനിക്ക് എൻ്റെ ഒരു മോളെ കല്യാണം കഴിക്കാനൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയും, ഇയാളെ മോനാന്ന് സോഷ്യൽ മീഡിയയിൽ കോറാൻ ആവശ്യം എനിക്കെതിരെ എഴുതി. അതെല്ലാം ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരട്ടെ, എന്നെ രംഗത്ത് ഇറങ്ങി ഇങ്ങോട്ട് വരട്ടെ ഇയാള്, അച്ഛനും മോനും കൂടെ. ഇപ്പോഴും അവിടെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ അവിടെ ഉള്ള വേദികളും അവിടെയൊക്കെ ഇപ്പൊ കളിക്കാനൊന്നും വയ്യ. എന്നിരുന്നാലും ആരാണ്ട് പറഞ്ഞ പോലെ നാഴി തവിട് തലയിൽ വെച്ച് നടന്നു കഴിഞ്ഞാൽ ഇന്നും എല്ലാം സാധിക്കും എന്ന് പറയും. എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അതങ്ങനെ പറഞ്ഞ പോലെ തന്നെ അയാളുടെ കഥ. നാഴി തവിട് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാവുന്ന, എനിക്ക് നെല്ല് കുത്തി എടുക്കുന്ന ഒരു തവിടുണ്ട്. വടക്കോട്ടൊക്കെ അങ്ങനെ പറയും, ഇങ്ങോട്ട് തെക്കോട്ടേക്ക് എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. ആ തവിടിന് ഒരു നാഴി തവിട് റോസാപ്പൂവിൻ്റെ കനയുള്ളൂ. ആ തവിട് തലയിൽ വെച്ച് നടക്കുന്ന ഏതൊരു പുരുഷനും സ്ത്രീക്കും ശാരീരികമായിട്ട് എന്ത് ചെയ്യാനും പിടിക്കാനൊക്കെ പറ്റും എന്നാണ് പണ്ടുള്ളവർ പറയാ. എന്ന് പറഞ്ഞ പോലെയാണ് ഈ തെണ്ടിയുടെ കഥ. ഇവന് 80 വയസ്സല്ല 85 വയസ്സല്ല, മൂക്കില് രോമമൊക്കെ നരച്ച്. പക്ഷെ എത്ര പ്രായമായാലും കല കൈകാര്യം ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. എനിക്കും ചെയ്യാം. ഇതിലുള്ള വല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വല്ല കലാകാരൻ നിങ്ങൾക്കും ചെയ്യാം. എത്രയോ പ്രായമുള്ളവർ പാടുന്നല്ലേ. ലതാ മങ്കേഷ്കറൊക്കെ എത്ര 80 വയസ്സ് 85 വയസ്സിലല്ലേ മരിച്ചത്. അവരപ്പോഴും പാടിയിട്ടല്ലേ മരിച്ചത്. എന്ന് പറഞ്ഞ പോലെ കലയ്ക്ക് പ്രായമില്ല. അതേപോലെ കലയ്ക്ക് പ്രായമില്ല, കല തൊഴിൽ ചെയ്യാം എന്നുണ്ടെങ്കിലും ഈ മോറൽ സൈഡും ചെയ്യാൻ ഈ നായയെ കൊണ്ട് പറ്റുമായിരുന്നു. അയാൾ അത്ര തെണ്ടിയ. മനസ്സിലായ? ഇത് ഇന്നിപ്പോ കലാമണ്ഡലത്തിൽ ഈ പ്രശ്നം നടക്കുന്നുണ്ടപ്പോ എനിക്കുണ്ടായ അനുഭവം എനിക്കൊന്ന് നിങ്ങളോട് പറയണം തോന്നി. എന്നിട്ട് ഒരു സംഭവം അതിനിടയ്ക്ക് പിന്നെ ഉണ്ടായി. ഞാൻ ബോർഡിൽ കയറിയ സമയത്ത് ഞാൻ അവിടുത്തെ ഒരു ഫാമിലി, അവിടെ കുറെ ക്വാർട്ടേഴ്സ് ഉണ്ടല്ലോ, ആശാമാർക്കും ടീച്ചർമാർക്കൊക്കെ ക്വാർട്ടേഴ്സ് ഉണ്ട് കലാമണ്ഡലത്തിൽ. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ടീച്ചറാണ്. അപ്പോൾ അവള് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇങ്ങോട്ട് വാ, ഇവിടെ നിൽക്കാം ഇന്ന് രാത്രി. അപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ട് കമ്മിറ്റി കഴിഞ്ഞിട്ട് പോരുള്ളൂ. അപ്പം നമുക്ക് ഗുരുവായൂർ ഒന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരുവായൂർ തൃശ്ശൂരിൽ നിന്ന് വളരെ അടുത്തല്ലേ, അല്ലെങ്കിൽ കലാമണ്ഡലം എന്നാണെങ്കിലും കുറച്ചുകൂടി ദൂരമുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം പോകാൻ തീരുമാനമൊക്കെ എടുത്തു വന്നപ്പോഴത്തേക്കും അപ്പം ഈ പ്രശ്നം ഈ കുട്ടിക്കൊന്നും അറിഞ്ഞൂടാ, ഈ നായര കാര്യം.
അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഗുരുവായൂർ പോവാ എന്ന് പറഞ്ഞു. അതിനെന്താ പോവാൻ നമുക്കെന്ന് പറഞ്ഞു. അവരെ വണ്ടിയിൽ ഞങ്ങൾ ഗുരുവായൂർ ഇങ്ങനെ പോണ സമയത്ത് പറഞ്ഞേ, അതെ നമ്മൾ ഇന്ന വഴി കൂടെ പോകണം. അപ്പൊ ചേട്ടന് അവളുടെ ഹസ്ബൻഡിന് ഞാൻ ഈ പറഞ്ഞ തെണ്ടീനെ നല്ല പരിചയമുണ്ട്. പരിചയം എന്ന് മാത്രമല്ല, ഈ ചുട്ടി എന്തോ ചെയ്യുന്നതാണ് അവളുടെ ഹസ്ബൻഡ്. ചുട്ടി എന്ന് പറഞ്ഞാൽ കഥകളിയുടെ മേക്കപ്പ്, അതിന് ചുട്ടി എന്നാ പറയാം, മേക്കപ്പ് എന്നല്ല പറയാം. അപ്പൊ ചുട്ടി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ആ പയ്യൻ ചെറുപ്പം, എന്നെക്കാളൊക്കെ ഒരുപാട് ചെറുപ്പമാണ്, അവളും ചെറുപ്പം. അപ്പൊ ഇവരെ കൂടെ ഞാൻ പോകുമ്പോ ഇവര് പറഞ്ഞേ, അപ്പൊ ഇവർക്ക് ഈ പ്രശ്നമൊന്നും അറിഞ്ഞൂടല്ലോ. എന്ന് പറഞ്ഞാൽ കലാമണ്ഡലത്തിൽ എനിക്കിങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ പരസ്യമായിട്ടില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരുപാട് പേരറിഞ്ഞില്ല. ഞാൻ വലിയ കാര്യത്തിൽ പരാതി കൊണ്ട് കൊടുത്തെങ്കിൽ ഇവരത് തേച്ചു മാച്ച് കളഞ്ഞു. പക്ഷെ ആ തേച്ചു മാച്ച് കളഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഇവൻ ഇപ്പോഴും ഇങ്ങനെ വിലസണത്, മനസ്സിലായേ? എന്നിട്ട് ഞാൻ ഇവരെ കൂടെ കാറിൽ ഗുരുവായൂർ പോണ സമയത്ത് ഈ പയ്യൻ്റെ കൂടെ പറഞ്ഞ, ടീച്ചറെ പിന്നെ ഇന്ന ആൾ ഇവിടെയാണ് താമസിക്കണത്, നമുക്കൊന്ന് അവിടെ കയറാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞു, ഞാൻ വരണില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പയ്യൻ എന്ത് ചെയ്തു, ഇല്ല ടീച്ചറെ നമുക്കൊന്ന് ഇറങ്ങാം, എനിക്ക് ഒന്നും, ഞാൻ ചെകുത്താനും നടുക്കായി പോയെന്ന് പറഞ്ഞ പോലെ എൻ്റെ കഥ. ഞാൻ എന്താ പറയാ ഇവരോട്, എനിക്കിത് ഈ കഥ ഇവരോട് പറയാൻ പറ്റുമോ? ഞാൻ വല്ല വിധേനയും നിങ്ങൾ ഇറങ്ങിക്കാൻ ഞാൻ അങ്ങ് വരാന്ന് പറഞ്ഞിട്ട് ഞാൻ തട്ടിമുട്ടി ഗേറ്റിൻ്റെ അവിടെയൊക്കെ നിന്ന് ഇയാളെന്നെ അവിടെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കണ്ടായിരുന്നു. ഇയാള് ഞാൻ പറഞ്ഞ എൻ്റെ പരട്ട കളവൻ, മനസ്സിലായേ? ആ ദേഷ്യം അയാൾക്ക് ഇന്നും എന്നോടുണ്ട്. എന്നെ കാണുമ്പോഴും എന്നെക്കുറിച്ച് ഒരുപാട് അനാവശ്യമായിട്ട് പറഞ്ഞുകൊണ്ട് കിടക്കുക ഇപ്പോഴും. പൊത്തിയും ബോധം മെമ്മറിയൊക്കെ പോയോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ഇപ്പോഴും പറയുന്നുണ്ട്. അതുകൊണ്ട് ഏതോ ഒരു സാഹചര്യത്തിൽ ഗുരുവായൂർ പോണ വഴിക്ക് ഇയാളെ വീട്ടിൽ ഞാൻ അകത്തേക്ക് കയറി ഇരിക്കുകയോ പിടിക്കുകയൊന്നും ചെയ്തില്ല. എന്താ അറിയോ, നമുക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നിങ്ങൾ പിന്നെ അയാളെ വീട്ടിൽ പോയത് എന്തിനാന്ന് നിങ്ങളായാലും വിചാരിക്കില്ലേ? അങ്ങനെയല്ല, ഇവരെ കൂടെ പോയപ്പോൾ എനിക്ക് ഇവരോടൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായി, മനസ്സിലായി? അങ്ങനെ ഞാൻ ഗേറ്റിന്റെ അവിടെ നിന്ന് നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് കണ്ടിട്ട് വാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ തട്ടിമുട്ടിയൊക്കെ നിന്നു. പേടിയാണ് നമുക്ക് ഇനി പോയാ. എന്താ അറിയോ, പേടി എന്ന് പറയണത് നമ്മൾ വിചാരിക്കും ഒരു മറ വേണമല്ലോ എന്തിനും, മനസ്സിലായില്ലേ? എന്തെങ്കിലും ഒരാളെ പിടിച്ച് എന്തെങ്കിലും ഒന്ന് കാണിക്കണമെങ്കിലോ, അല്ലെങ്കിൽ പിടിച്ചോ ഒന്ന് കെട്ടിപ്പിടിച്ച് വലുതും കാണിക്കണമെങ്കിലോ, ബലാത്കാരമായിട്ട് വല്ലതും ചെയ്യണമെങ്കിൽ ഒരു മറ വേണമല്ലോ. ഇയാൾക്ക് ആ മറയൊന്നും വേണ്ട, ഇയാൾക്ക് ഒരു തീപ്പെട്ടി കമ്പിന്റെ മറ മതി. അങ്ങനത്തെ തെണ്ടിയാ. പെണ്ണുങ്ങളെ കാണുമ്പോഴത്തേക്ക് ചുണ്ടൊക്കെ ഇങ്ങനെ നനച്ച് ഇങ്ങനെ തുപ്പിലൊക്കെ ഇങ്ങനെ പുറത്തോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ വരും. ഇങ്ങനെ എന്ത് യോഗ്യത ഇപ്പൊ ഉള്ള ശിഷ്യന്മാരെയും ഇപ്പൊ അവിടെ നടക്കുന്ന പ്രശ്നത്തിനൊക്കെ പറയാനായിട്ട് ഇയാൾക്ക് എന്ത് യോഗ്യത? അയാളൊക്കെ കിടന്ന് പറയുണ്ടാവും, മനസ്സിലായില്ലേ? അല്ല കലാമണ്ഡലത്തിൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ല, നേരത്തെ ഉണ്ടെന്ന് ആരും ഇങ്ങനത്തെ കാര്യം എന്താ അറിയോ? ഇപ്പൊ സത്യഭാമ ടീച്ചർ അല്ലെങ്കിൽ സത്യഭാമ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ തുറന്നു പറയണ കൂട്ടത്തിലാണ്. ഇപ്പൊ എനിക്ക് പറയാലോ, ഞാൻ ഇത്രയും കാലം നിങ്ങൾ എവിടെ പോയിരുന്നു നിങ്ങൾക്ക് തോന്നണ്ട. ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓരോ സമയം വരും ഓരോരുത്തരെ കുറിച്ച് പറയാനായിട്ട്. അപ്പൊ പറയും, അപ്പൊ തന്നെ പറയും. എന്നിട്ട് പറയാത്തവരുണ്ട്. എങ്ങനെ അറിയോ? ഭയങ്കരമായിട്ട് അടിയും കാലും പിടിച്ച് സേവപ്പണി ചെയ്തിട്ട് പ്രോഗ്രാം, അവാർഡുകൾ, പിന്നെന്തെന്നാ പാരിതോഷികം കണ്ണി കണ്ടതൊക്കെ കിട്ടുന്ന ഒരു കാലോടെ ഇപ്പൊ പറയണേ, അതെ നിങ്ങള് എന്തെന്നാ പറയുന്നേ, ഇപ്പൊ മണി എത്ര, ഇപ്പൊ പകലാണ്, അതിപ്പോ പകലേ ഇത്ര മണിയാണ് എന്ന് പറയണം. ഞാൻ പറയില്ല. അതെങ്ങനെ പറയും? നിങ്ങൾക്ക് അവാർഡും പരിപാടിയും വേണോ? അപ്പൊ പറയണേ ഇപ്പൊ പകലാ, ഇപ്പൊ പകല് 8:45. ഞാൻ പറഞ്ഞ അല്ല, 8:45 രാത്രിയാണ് ഇപ്പൊ. അതെങ്ങനെ പകലാവും എന്ന് സത്യഭാമ തിരിച്ചു പറയണ കൂട്ടത്തിലാണ്. എന്നാ നിങ്ങൾക്ക് പ്രോഗ്രാം ഇല്ല, വേണ്ട, അത്ര തന്നെ. നിങ്ങളുടെ പ്രോഗ്രാം വേണ്ട. എൻ്റെ വീട്ടിൽ 500-600 പിള്ളേരുണ്ട് പഠിക്കാൻ, 2-3 സ്റ്റാഫുണ്ട്. ഞാൻ അവർക്ക് സാലറി കൊടുത്ത്, പാട്ട് ക്ലാസ് ഉണ്ട്, അവർക്കൊക്കെ സാലറി കൊടുത്ത് എനിക്ക് ഒരു മോനേ ഉള്ളൂ, അവന് ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കാനുള്ളത് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനാ ഇവരെ അടിയും കാലും പിടിച്ച് പരിപാടിക്ക് പോണത്? ഇപ്പൊ പകൽ ഇത്ര മണിയാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ പകലാവും? ഇപ്പൊ രാത്രിയല്ലേ, 9 മണി, 8:45 കഴിഞ്ഞു. 8:45 കഴിഞ്ഞ് 2-3 മിനിറ്റായി. ഇതാണ് സേവപ്പണി ചെയ്താർക്ക് എല്ലാവർക്കും എല്ലാം ഉണ്ട്.
ഇയാൾ ഇപ്പോഴും ഞാൻ ഈ പറഞ്ഞ കഥകളിക്കാരൻ പെരട്ടക്കളവൻ 85 വയസ്സാ 90 വയസ്സ് അങ്ങോട്ട് ആയി ഇപ്പോഴും ഇവൻ ഇന്നും ഈ ഗവൺമെന്റിനെ പറ്റിച്ച് പൈസയും മേടിച്ച് തിന്നുകൊണ്ട് നടക്കണം അവിടെ. ഒരൊറ്റ കലാകാരന്മാർക്ക് അവസരം കൊടുക്കില്ല. അയാൾക്ക് വേണ്ടപ്പെട്ടവരെയും അയാളെ ശിഷ്യഗണങ്ങൾ അയാൾക്ക് മണിയൊക്കെ അടിച്ചിങ്ങനെ നിൽക്കുന്ന കുറെ കൂട്ടങ്ങളുണ്ടല്ലോ കലാലോകത്ത്. അത് കൂടുതലുള്ളത് കഥകളിക്കാരില്ല. ഓട്ടംതുള്ളല്, അല്ലെ കൂടിയാട്ടം, കൂത്തല്. ഈ മണിയടിച്ച് നടക്കുന്ന ഇയാളുടെ ശിഷ്യഗണങ്ങളെ അല്ലെങ്കിൽ ഇയാൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ അയാൾ കൊടുക്കും. അത്ര പോലും എന്നെ പോലെ തുറന്നു പറയേ അല്ലെങ്കിൽ ഇപ്പൊ രാത്രി ഇപ്പൊ പകലാന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കുന്നവർക്കൊക്കെ ഇതുള്ളൂ, അവസരമുള്ളൂ. ഇപ്പൊ മനസ്സിലായോ? നിങ്ങളൊക്കെ വിചാരിക്കും അവർക്ക് ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ വല്ല കലാകാരന്മാരുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും എന്താ അറിയോ, ആ ടീച്ചറിന് ഒരു പരിപാടിയില്ല, ആ ടീച്ചറുടെ പരിപാടിയൊന്നും കൊള്ളില്ല, അതുകൊണ്ട് അതല്ല കേട്ടോ, അവർക്ക് അടിയും കാലും പിടിക്കാനൊന്നും അറിയില്ല, അല്ലെങ്കിൽ അത് എൻ്റെ കൂട്ട് ചിലപ്പോൾ പോവില്ല, അതായിരിക്കും. അപ്പൊ ഇതൊന്നും നിങ്ങളോട് എനിക്ക് പറയണം തോന്നി. നിങ്ങളും കൂടെ ഇനിയിപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് നിങ്ങൾക്ക് തോന്നണ്ട. എൻ്റെ അനുഭവം ഗുരു എന്ന് കേട്ടിട്ടില്ലേ, അതാണ് സത്യം. ഓക്കെ, എന്തായി എല്ലാവരും? മഞ്ജു മാധവശ്ശേരി ഓക്കെ. ചന്ദ്രപ്പൻ, സുരേഷ് കഥകളി അതാരാ മനസ്സിലായില്ല. ഓക്കെ, നമസ്തേ. ഞാൻ പറഞ്ഞത് എന്തായാലും കഥകളിക്കാരാണെങ്കിൽ ഒക്കെ മനസ്സിലാവും ആരാണെന്നൊക്കെ അല്ലേ. ചുണ്ടൊക്കെ നനച്ച് തുപ്പലൊക്കെ ഇറക്കി ഇങ്ങനെ ഒലിപ്പിച്ചു വരുന്ന ഒരുത്തൻ. എല്ലാവർക്കും അറിയാൻ പുള്ളിയൊരു സ്വഭാവം. ഇപ്പൊ ഇതിനകത്ത് അറിയാൻ പാടില്ലാത്ത എൻ്റെ കുറെ ഫ്രണ്ട്സും ഉണ്ട്, പാവപ്പെട്ടവർ, അവർക്കൊന്നും അറിഞ്ഞൂടാ. എന്നെ വേദനിപ്പിച്ചിട്ടുള്ള, എന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും വേദനിപ്പിച്ചിട്ടുള്ള അവരെ ഞാൻ വിടുവോ? ഞാൻ പറയും. പത്രത്തിൽ വരുത്തിയല്ല, ലോകം മുഴുവനും പോകുന്ന പത്രമാണ് അല്ലേ മാതൃഭൂമിയൊക്കെ. എല്ലാ പത്രത്തിലും വന്നു. നമ്മൾ വീടുകളിൽ ഒരു പത്രമല്ലേ ഉള്ളൂ, ആ പത്രത്തിൽ വന്നു. ഞാൻ ആ പത്രമൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോഴും. എന്താ അറിയോ, ഈ കൊടയും കുരിശും പള്ളിയും വാദ്യം കൊട്ടും വാദ്യമൊക്കെ എൻ്റെ നടയിൽ കൂടെ പോകുന്ന എനിക്ക് അന്ന് അറിയാം എന്തെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടുമെന്ന്. ഇപ്പൊ അന്ന് കലാമണ്ഡലത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലേ ഇന്ന് എന്നെ എവിടെ നിന്ന് ഇറക്കും ഇവര്? ഇളമോനും പറഞ്ഞു അവരവിടെ നിന്ന് ഇറക്കണമെന്ന്. അവരവിടെ കലാമണ്ഡലത്തിൽ നിന്ന് ഇറക്കണം. അയാളെ മോനും പറഞ്ഞു കുറെ സോഷ്യൽ മീഡിയയിൽ വന്നതാ. ഇപ്പൊ അച്ഛനും മോനും എന്നെ എവിടെ നിന്ന് ഇറക്കും? അവനെക്കാട്ടിലും സുഖമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ, മനസ്സിലായ? അച്ഛനും മോനും അവിടെ ഇരുന്നാൽ മതി. ഇനി എന്റെ നെഞ്ചത്ത് കയറാൻ വരണ്ട. കഥകളിക്കാർക്കൊക്കെ അറിയാം ഞാൻ ആരെയാണ് പറയണമെന്നുള്ളത്. സുരേഷിന് ശരിക്കും അറിയായിരിക്കും. അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ല, ഇതുപോലത്തെ പ്രശ്നങ്ങൾ എന്താ പറയാ ഇത്രയും ഘനമായിട്ട് വരുന്നില്ലല്ലോ. വളരെ പത്രം, റേഡിയോ ഇതൊക്കെ ആയിരുന്നല്ലോ അല്ലേ. ടി വി ഒന്നും ഇല്ലല്ലോ. എൻ്റെയൊക്കെ ചെറുതിലെ ടി വി ഒന്നും ഇല്ല. നമ്മുടെയൊക്കെ വീട്ടില് റേഡിയോ ആയിരുന്നു. ഇന്നതല്ല, എന്നൊരു ചെറിയ പ്രശ്നം വന്നാണ്ടല്ലോ അപ്പൊ പിന്നെ പബ്ലിക്കായ കടക്കപ്പുറത്തി ഉണ്ടാവില്ല, ഫോണിനും ചാനലുകൾക്കും ഒക്കെ. അതാണിപ്പം നടക്കുന്നത് കലാമണ്ഡലത്തില്. ആ ഏതൊരു ഗുരുവാണ് എന്തോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വന്നേക്കണം. അവന്റെ കട്ടപ്പോക, അല്ലാതെ എന്തു പറയാ. എന്നെ തന്നെ സോഷ്യൽ മീഡിയ വെള്ളത്തിലിറക്കി നിങ്ങൾ കണ്ടില്ലേ? എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ആളാവണത്. വിടുവോ? ഞാൻ വിടൂല. എനിക്ക് സോഷ്യൽ മീഡിയയുടെ ഒരു ആവശ്യമില്ല. അവരെ ഒരു പരസ്യം എനിക്ക് വേണ്ട. അപ്പൊ കഴിഞ്ഞില്ലേ? നമ്മുടെ കയ്യില് എനിക്ക് കുറെ കുട്ടികളുണ്ട്, അവര് കൊണ്ടുതരണം, ഞാൻ വെച്ച് കഞ്ഞുടിച്ച് ജീവിക്കണം. ഗോപാലകൃഷ്ണൻ നമസ്തേ. ചിത്രരാജ് കുറെ ദിവസമായില്ലോ, എവിടെയായിരുന്നു? ചിത്രരാജെ സുഖാണോ?
കുറച്ചു ദിവസമായിട്ട് കാണാനില്ല, എന്ത് പറ്റി? എന്തൊക്കെയോ ചില പ്രശ്നമൊക്കെ കണ്ടായിരുന്നു അല്ലേ? അറിഞ്ഞൂടാ, സത്യമായിട്ട് അറിഞ്ഞൂടാ എന്താണെന്ന്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കൂ കേട്ടോ. നമ്പർ അറിയില്ലേ? ചിത്രരാജൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരാളല്ലേ. JP ഹരിഹരൻ ഉണ്ണി മേനോൻ. ഒരു പേരാണോ രണ്ടുപേരാണാവോ? രണ്ടുപേരെ പടം ഉണ്ട് അതിനകത്ത്. ഗോപാലകൃഷ്ണൻ എനിക്കറിയാം, നമ്മുടെ പേജിൽ എപ്പോഴും വരുന്ന ആളാണ്. ഹരിഹരനും ഉണ്ണിമേനോൻ രണ്ടുപേരായിരിക്കും അല്ലേ? രണ്ടുപേരുടെ പടം കാണാണ്ട് അറിയുന്നൂടാ. സന്ധ്യ റാണി നമസ്തേ. പിന്നെ വേറൊരു സംഭവം എന്താ അറിയോ? ഇപ്പൊ കഥകളിക്കാരും കലാമണ്ഡലത്തിലുള്ളവരൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ അറിയായിരിക്കുമല്ലോ. അതായത് എൻ്റെ കലാമണ്ഡലം എടുത്തു കളയുന്നു. അന്നത്തെ കേസിനെ എടുത്തു കളയിട്ട് എന്തെങ്കിലും മാർക്കറ്റിൽ നിന്ന് ബാർഗൈനിങ് ചെയ്തിട്ട് മേടിച്ചതാണ് കലാമണ്ഡലം എന്നുള്ള പേര്. ചോര നീരാക്കി കളിച്ച് അധ്വാനിച്ച് മേടിച്ചാണ്. ഔദാര്യം തന്നൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറേറ്റ് മേടിക്കുന്നതിനെ കുറിച്ച് ഇട്ടിരുന്നല്ലോ. പലരും ഡോക്ടറേറ്റ്, കേരളത്തിലൊരു 100 ഡോക്ടറേറ്റ് ഉണ്ടെങ്കിൽ 3 ഉള്ളൂ. നേരെ 97 വ്യാജമാണ് എന്ന് പറഞ്ഞ പോലെ കലാമണ്ഡലം ഒന്നും വ്യാജമല്ല. നല്ല അസലായിട്ട് അധ്വാനിച്ച് കളിച്ച് സർട്ടിഫിക്കറ്റ് ക്ലാസ്സോട് കൂടെ പാസ്സായിട്ട് വന്നതാണ്. അത് പാർട്ടിക്കാർക്കോ രാഷ്ട്രീയക്കാർക്കോ അല്ലെങ്കിൽ ഒരുമാതിരി എന്നോട് വിരോധമുള്ളവരൊക്കെ പറയുമ്പോൾ അങ്ങ് എടുത്ത് കളയാനുള്ളതല്ല. പിന്നെ എടുത്ത് കളഞ്ഞ മത്തായി പറഞ്ഞ പോലെയുള്ള സത്യമായിട്ട് എനിക്കിവിടെ ആർക്ക് വേണം ഇനിയിപ്പോൾ കലാമണ്ഡലം? എനിക്ക് വേണ്ടെങ്കിലോ ആ പേര്? ഇപ്പം എൻ്റെ ക്ലാസ്സിൽ കുട്ടികൾ പുതിയത് പറഞ്ഞ എല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എൻ്റെ നമ്പരൊക്കെ എടുത്ത് വിളിച്ച് വന്ന് ചേരുന്നതാണ്. ഇന്നും വിളിച്ചും ഓരോ കുട്ടികൾ വരുന്നത്. അവിടെ ബോർഡൊന്നും ഞാൻ വെച്ചിട്ടില്ല എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ. ആദ്യ കാലങ്ങളിലൊക്കെ, ഇപ്പൊ ബോർഡിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നുവെച്ചാൽ സോഷ്യൽ മീഡിയ അങ്ങ് വ്യാപിച്ച് കിടക്കുകയല്ലേ. ഓണാക്കി എടുത്തു വയ്ക്കുമ്പോഴത്തേക്ക് എന്താണ് എല്ലാം അറിയാൻ പറ്റും. നമ്മുടെ നമ്പറുകളെല്ലാം കിട്ടും. ഇല്ലേ? കിട്ടൂലേ? എനിക്ക് പേജൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് കിട്ടും. അതുകൊണ്ട് അങ്ങനെയൊക്കെ വരുന്ന കുട്ടികളാ. പിന്നെ കലാമണ്ഡലം സത്യഭാമ എന്ന് ഇട്ടാൽ എനിക്ക് പിള്ളേരെ കിട്ടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. കലാമണ്ഡലത്തിലിരിക്കുന്ന അവിടുത്തെ ഇപ്പോഴത്തെ പലരും പറഞ്ഞു എൻ്റെ എടുത്ത് കളയണമെന്ന്. അവരെടുത്ത് കളഞ്ഞവിടെ എന്താ, പിന്നെ ഞാനിപ്പോൾ ഫേസ്ബുക്കിലെ സത്യഭാമ CN ഇട്ടിട്ടുണ്ട്. എൻ്റെ ഇനീഷ്യൽ CN ആണ്. അതെന്താ അറിയോ? ഞാൻ ആധാർ എടുത്തില്ല. ഞാൻ അടുത്ത ദിവസം ലൈവിൽ വരുമ്പോൾ എൻ്റെ ആധാർ കാണിക്കാം. ആധാറിലെ ചെന്ന് നമ്മൾ ആധാർ എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ പേര് ഒക്കെ ചോദിക്കുമല്ലോ. ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കലാമണ്ഡലം സത്യഭാമ എന്ന് പറഞ്ഞപ്പോൾ അവർ പറയണേ എല്ലാം ഈ പെൺകുട്ടികളെല്ലാം ഇരിക്കണം ആധാർ എടുക്കണോടത്തൊക്കെ. ഇപ്പോഴൊന്നും അല്ല, നരേന്ദ്രമോദി സാറ് ആണല്ലോ ഈ ആധാറൊക്കെ കൊണ്ടുവന്നത്. അങ്ങനെ ഞാൻ ചെന്ന് എടുക്കാൻ നോക്കിയപ്പോൾ അത് മാഡം ഇത്രയും വലിയ പേര് വെക്കാൻ പറ്റില്ല എന്ന് അവർ പറയാ ആധാറിൽ. എന്നാൽ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ സത്യഭാമ CN ഇട് എന്ന് പറഞ്ഞു. അപ്പോൾ സോഷ്യൽ മീഡിയയില് അല്ലെങ്കിൽ യൂട്യൂബ്, ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്ന പലർക്കും അറിയാം ഒരു സമയമാകുമ്പോൾ അവർ നമ്മുടെ
കറക്റ്റ് ബാങ്കിലെ പേരും അതേപോലെ ആധാറിലെ പേര്, പാൻ കാർഡിലെ പേരൊക്കെ സെയിം ആയിരിക്കണം. ഫേസ്ബുക്ക് കൈകാര്യം ചെയ്തവർക്കറിയാം, അല്ലെങ്കിൽ യൂട്യൂബ് കൈകാര്യം ചെയ്യുന്നവർക്കറിയാം. അപ്പോൾ എനിക്ക് ആധാറിലെ പേര് വെക്കാനേ പറ്റുള്ളൂ. ശരിയല്ലേ? എൻ്റെ കലാമണ്ഡലം സത്യഭാമ എന്ന് ഞാൻ അതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ കൂടുതലും എന്നെ പലരും വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ എന്താ ടീച്ചർ ചെയ്യാൻ സത്യഭാമ? ഞാൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ ആരാണെന്ന് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം, ഡാൻസ് ആണെന്നും അറിയാം. അപ്പൊ ചിലർ പറയണേ കലാമണ്ഡലം അങ്ങ് എടുത്തു കളഞ്ഞു, കലാമണ്ഡലം എടുത്തു കളഞ്ഞു. കുറെ വിവരമില്ലാത്ത കുറെ എണ്ണം ചണ്ടന്മാരെ, ചണ്ടികളും മൊട്ടച്ചികള് കുറെ എണ്ണം ഉണ്ട്. എടുത്തു കളഞ്ഞു. ഇതിന് എടുത്തു കളയാനായിട്ട് ഒരാരെ ഇരിക്കണം? എടുത്തു കളയാൻ ഒരാൾക്ക് എടുത്തു കളയാനുള്ള ഇതില്ല, റൈറ്റ് ഇല്ല. അപ്പോഴോ എൻ്റെ കലാമണ്ഡലം എടുത്തു കളയാൻ ഈ ലോകത്ത് ഒരു കേസും വെക്കാനൊന്നും ആർക്കുമില്ലേ? അതൊക്കെ എടുത്ത് അങ്ങോട്ട് കളയാ എന്നിട്ട് എല്ലാവരും അതെയാ അങ്ങനെ മേടിക്കണാണ് എല്ലാവരും. എന്നെ വിട്, വേറെ ആരായിരുന്നാലും. വേറെ ആർക്കും ഇവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ലേ നമ്മുടെ ഈ കേരളത്തിൽ? വലിയ വലിയ നേതാക്കന്മാർക്കും ആൾക്കാർക്കൊക്കെ ഉണ്ടായിട്ടില്ലേ ഇഷ്ടം പോലെ കാര്യങ്ങൾ? അവരുടെയൊക്കെ ഇപ്പൊ MBBS എടുക്കുന്നവർക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ലേ? LLB എടുക്കുന്നവർക്ക് ഉണ്ടായിട്ടില്ലേ? അല്ലെങ്കിൽ എല്ലാ മേഖലയിലും പ്രശ്നങ്ങളും ഇല്ലാത്തവരില്ല. അവരുടെയൊക്കെ ഈ ഡിഗ്രികളും മറ്റേതൊക്കെ എടുത്ത് അങ്ങോട്ട് കളയാ. അതെയാ? അതാ പറഞ്ഞ വിവരമില്ലാത്തവർ കുറെ കിടന്ന് പറയണത്. അപ്പൊ ഞാൻ ഇപ്പൊ എൻ്റെ ഫേസ്ബുക്കിൽ CN സത്യഭാമ എന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ അതിനെ നമുക്ക് ആവശ്യമുണ്ട്. ചില കാര്യങ്ങൾക്ക് അത് ആവശ്യമുണ്ട്. അവർ വിളിച്ച് ചോദിക്കുകയും ചെയ്തു, ഇന്ന പോലെ സെയിം ആയിരിക്കണമല്ല. അതിപ്പോ ഇത് പേജ് ഉള്ളവർക്ക് അതിന്റെ സത്യാവസ്ഥ അറിയാൻ പറ്റും. അങ്ങനെ ആക്കിയേക്കണാണ്. അതല്ലാണ്ട് കലാമണ്ഡലം എടുത്ത് കളഞ്ഞാൽ എനിക്ക് വിരോധമില്ല. പിന്നെ ഒന്ന് അവിടെ എടുത്ത് കളഞ്ഞോട്ടെ. എല്ലാത്തിനും പിടിപാടും ആൾക്കാരുടെ സേവയും പിന്നെ എന്താ പറയാ ഒക്കെ ഉണ്ടെങ്കിലല്ലേ കിട്ടുള്ളൂ. ഇപ്പൊ ആ കാലമല്ലേ. ഒന്നും നമ്മളിപ്പോ ഈ സെക്രട്ടേറിയറ്റിനിടയിൽ 10, 25, 26 വയസ്സായ ആണും പെണ്ണും ഒക്കെ വന്ന് സമരം ചെയ്തവര് കഴിഞ്ഞ വർഷമൊക്കെ. എന്തിനാ സമരം ചെയ്തത്? നമ്മൾ ഞാൻ സെക്രട്ടേറിയറ്റിന് അടുത്താണ് ഏകദേശം, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. അത് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് കുട്ടികൾക്ക് ജോലി കിട്ടാതെ കിടന്നിട്ട് സെക്രട്ടേറിയറ്റ് നടയിൽ കിടന്ന് ഉരുളുക ആ സ്റ്റാച്യൂല്. എന്നിട്ട് തമ്മിൽ മുടി വെട്ടുക, പ്രതിഷേധം അവരുടെ. അപ്പൊ റാങ്ക് കിട്ടിയവർക്ക് ജോലി കിട്ടുന്നുണ്ട് അവിടെ? ഇല്ല. സേവയാണ് എല്ലാം. റാങ്കൂല് വെറുതെ ജസ്റ്റ് പാസ്സുള്ളവർക്കൊക്കെ ജോലി. അപ്പൊ ഏത് മേഖല എടുത്താലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും എല്ലാ സത്യമാണ് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. പിന്നെ സത്യഭാമ ടീച്ചർ 68 വയസ്സായതുകൊണ്ട് കുറച്ചും കൂടി ഇതെന്റെ ഇത്തിരി കൂടി പ്രായ കുറവുള്ളവരൊക്കെ ഇതിനകത്തുള്ളത്. നിങ്ങളെക്കാളും കുറച്ചും കൂടി ഇത് അനുഭവയോഗം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എല്ലാ തരത്തിലും, സുഖം ദുഃഖമൊക്കെ. അതാണ് ജീവിതം. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. സുഖം മാത്രമല്ല ദുഃഖവും നമ്മൾ അനുഭവിക്കണം. അങ്ങനെ പലതരത്തിലും അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ കേട്ടാ. അപ്പൊ ഇനി ഒരു ദിവസം കാണാം, ലൈവിൽ ഞാൻ വരും. എനിക്കിത് നിങ്ങളോടൊന്ന് എന്ന് കലാമണ്ഡലത്തിൽ ഈ പ്രശ്നം കണ്ടപ്പോൾ നിങ്ങളെടുത്ത് എനിക്ക് മനസ്സിൽ നിന്നൊരു ഭാരം അങ്ങ് ഒഴിഞ്ഞു വെച്ചതുപോലെ. ഇതൊക്കെ പറയുമ്പോൾ ഒരു സമാധാനം അല്ലേ? അതുകൊണ്ട് പറഞ്ഞതാട്ടോ. അത് ഇല്ലാത്തതല്ല, ഇത് സത്യമാണ്. അവർ രംഗത്ത് ഇറങ്ങട്ടെ, ആ അച്ഛനും മോനും രംഗത്ത് ഇറങ്ങട്ടെ. അപ്പൊ ഞാൻ അവരെ പറയും, ഇനി പോവും. ഇനി ഞാനിപ്പോ ആരെ കീഴിലും ജോലി ചെയ്യണില്ല. ഞാൻ ആരെ പേടിക്കണത് ഇനി? തിരിച്ചിപ്പോ അമ്മയുടെ ഒന്നും തോന്നരുത് കേട്ടോ. ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് പറയാം. തിരിച്ച് അമ്മയുടെ വയറ്റിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ നമുക്ക് വല്ലവർക്കും? ഇല്ലല്ലോ. ജനിച്ചാൽ മരണം, അതിന് തയ്യാറെടുത്തിട്ട് തന്നെ ഞാൻ ഇരിക്കണം. എനിക്ക് വിരോധമൊന്നുമില്ല. എൻ്റെ മോന് 45 വയസ്സാവണം. എവിടെയെങ്കിലും കിടന്നു കൊള്ളുന്നുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. എനിക്ക് ഇത്രയും പ്രായമായില്ലേ, ഞാൻ വിളിച്ചു പറയും. കണ്ടത് വിളിച്ചു പറയണ കൂട്ടത്തിലാണ് കേട്ടാ. കൃഷ്ണപ്രസാദ് നമസ്തേ, ശ്രീജിത്ത് നമസ്തേ, ജിഷ നമസ്തേ, സന്ധ്യ നമസ്തേ. അപ്പൊ ഇനി ഒരു ദിവസം കാണാം. വൈൻഡപ്പ് ചെയ്യട്ടെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ.